വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും. അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകുമേ. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിടും. വേറൊരാൾ വരിക, വേറൊരാൾ കയറി വന്നിട്ട് പറയുകയാണ്, എന്ത് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ സാക്ഷ്യം പറയട്ടെ. ഞാൻ 6 കൊല്ലം മുമ്പ് കൃഷ്ണനായരെ കണ്ടു. എനിക്ക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. കൃഷ്ണനായർ പറഞ്ഞു, ഈ 3 മാസം കൂടെ ജീവിക്കത്തുള്ളെന്ന്. 3 മാസം മാത്രം കൃഷ്ണനായർ എനിക്ക് സമയം തന്നപ്പോൾ ഇതിപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ജീവനുള്ള സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്ത് പറയുമ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓ, കർത്താവിൻ്റെ ഒരു അത്ഭുതം നോക്കണേ. പനി അന്ന് രാവിലെ എനിക്ക് പനിയായിരുന്നു, കർത്താവ് പനി മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ഇത്രയും എക്സൈറ്റഡ് ആകാഞ്ഞ്? ഓ, അത് പനിയല്ല, അതിപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിച്ചാലും മാറാനുള്ളതേ ഉള്ളൂ. അതുപോലാണോ ക്യാൻസറൊക്കെ? കർത്താവ് പനി മാറ്റുന്ന പോലെയാണോ ബ്രദറെ ക്യാൻസറാ സൗഖ്യമാക്കിയിരിക്കുന്നത്? അതിനെന്താ, കർത്താവിന് പനിയും ക്യാൻസറും എല്ലാം ഒരുപോലെ ഉള്ളൂ. അതറിയാൻ വയ്യാത്തവനാണ് ക്യാൻസർ സൗഖ്യമായെന്ന് പറയുമ്പോഴത്തേക്ക് കിടന്ന് ചാടുന്നത്. പനി മാറിയതിനും ക്യാൻസർ മാറിയതിനും ഒരുപോലെ കർത്താവിന് സ്തോത്രം ചെയ്യണം. കാര്യം രണ്ടും കർത്താവിൻ്റെ മനസ്സലിവിൻ്റെ ചിഹ്നമായി അവൻ ചെയ്ത കാര്യങ്ങളാണ്. എന്നോട് മനസ്സലിവ് ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ പനി മാറ്റി, വേറൊരാളോട് മനസ്സലിവ് ഉണ്ടായിരുന്നുകൊണ്ട് അവൻ്റെ ക്യാൻസർ മാറ്റി. അപ്പോൾ ക്യാൻസർ മാറുമ്പോൾ വലിയ സ്തോത്രവും പനി മാറുമ്പോൾ ചെറിയ സ്തോത്രവും വരുന്നത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഇല്ലേ, ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ ആളുകൾ ഓരോരുത്തർക്കും നമ്മളിപ്പം ലൈക്ക് എം വി ദേവനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നല്ല ഒരു നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരു ആള്, സംബടി ലൈക്ക് എം എഫ് ഹുസൈൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇവിടെ ഒരു കാക്കയെ വരച്ചെന്ന് വെച്ചു. കാക്കയെ വരച്ച് കഴിയുമ്പോഴത്തേക്ക് എം എഫ് ഹുസൈനെ വിളിച്ച്, യോ സാർ വരച്ചാണോ ഇത്? യോ വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ, യോ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ അറിയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തോ തോന്നുന്നു? എം എഫ് ഹുസൈൻ്റെ ഒരു പെയിൻറ്റിങ് വേണമെങ്കിൽ ഈ ബിൽഡിംഗ് മുഴുവൻ വിൽക്കേണ്ടി വരും. എം എഫ് ഹുസൈൻ്റെ ഒരു പെയിൻറ്റിങ് വേണമെങ്കിൽ ഈ ബിൽഡിംഗ് മുഴുവൻ വിൽക്കേണ്ടി വരും. ആ സമയത്ത് അദ്ദേഹം ഇവിടെ വന്നിട്ട് കാക്കയെ വരച്ചതിന് നമ്മൾ ഇത്രയും വലിയ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ എന്താ അതിൻ്റെ സ്റ്റേജ്? ഇതുപോലൊക്കെ ഉള്ളൂ നമ്മൾ കർത്താവ് നമ്മളെ സൗഖ്യമാക്കിയ കാര്യമൊക്കെ പറഞ്ഞ് കിടന്ന് ചാടുന്നത്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, പക്ഷേ എക്സൈറ്റഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ കർത്താവിൻ്റെ. അതാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആയിരിപ്പീൻ. ചാടിയപ്പോഴാണ് പറഞ്ഞത്. നമ്മുടെ ചിന്തകൾക്കെല്ലാം വിരുദ്ധമാണ് ഈ ചിന്ത എന്ന് എനിക്കറിയാം, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ദൈവത്തെ പൂർണ്ണമായും അറിയുന്നവന് എല്ലാം നോർമലാണ്. ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നവന് എക്സൈറ്റ്മെന്റിന്റെ പ്രശ്നമേ ഇല്ല. അവൻ്റെ നോർമൽ ലൈഫായത്, ദാറ്റ് ഈസ് നോർമൽ ലൈഫ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സംശയിക്കാതെ, ഹൃദയത്തിൽ സംശയിക്കാതെ, നമ്മൾ എബ്രായർ ലേഖനം 11:6 വാക്യം വായിക്കുമ്പോൾ ഫെയ്ത്ത് എന്താന്നുള്ളത് അവിടെ ഒരു വാക്കിനകത്ത് പറയുന്നുണ്ട്. എബ്രായർ 11:6 നോക്കുക. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല. വിശ്വാസത്തെക്കുറിച്ച് ശരിക്കും ഇറ്റ്സ് എ വളരെ ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെ ഫെയ്ത്തിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഒരാൾക്കുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കാണാത്ത ലോകത്തിലേക്ക് അവൻ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് ഉറപ്പുണ്ടാകുന്നത്. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഭൂമി ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വാസത്താലാണ് അറിയുന്നത്. അല്ലാതെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന വ്യക്തി, അത് എഴുതിയ ആള് സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്നോ? ഇല്ല. അവൻ കണ്ടോ? ഇല്ല. പക്ഷെ അവൻ എന്തുണ്ട്? ഉറപ്പുണ്ട്. എന്തുകൊണ്ട് ഉറപ്പുണ്ട്? വിശ്വാസത്താൽ അവൻ ദൈവത്തിന്റെ സൃഷ്ടിയുടെ അദൃശ്യ ലോകത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒരുവന് വിശ്വാസം ഉണ്ടാകുന്നത്. ഫെയ്ത്തിനെ കുറിച്ച് കുറെ കൂടെ ആഴത്തിൽ നമുക്ക് പഠിക്കണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം, നമ്മൾ ഈ ഓട്ടോ സജഷൻ പോലാണ് പലപ്പോഴും ആളുകൾ ഫെയ്ത്തിനെ കാണുന്നത്. നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു അടച്ച് കുറേ നേരം എന്ന് പറഞ്ഞ് ഞെട്ടുന്നൊന്നുമല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ അദൃശ്യ ലോകത്തിൽ കയറി അവന്റെ പ്രവൃത്തികളെ അറിഞ്ഞ് അവനെ അറിഞ്ഞ് അത് കാണുന്ന അവന് യാതൊരു എക്സൈറ്റ്മെന്റിന്റെ പ്രശ്നമില്ല. ഇറ്റ് ഈസ് നോർമൽ ടു ഹിം ബിക്കോസ് ഹി ഈസ് വിത്ത് ഗാഡ്, ഹി ഹാസ് സീൻ ഗാഡ്. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ
നിശ്ചയമാണ്. കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളല്ല, നിശ്ചയം, ഉറപ്പുണ്ടാകണമെങ്കിൽ അവൻ ആ ലോകത്തിലേക്ക് പ്രവേശിച്ചേ പറ്റൂ. ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആഹ്വാനമാണത്. ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഡബിൾ മൈൻഡഡ്, ഒന്നും സംശയിക്കാതെ ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് സംശയമുള്ളവൻ. ഉറപ്പെന്ന് പറയുന്നതും എന്താണ്? ചിന്ത നമ്മൾ പറയുന്നവരല്ല. ഉറപ്പെന്ന് പറയുന്നത് അവന് യാതൊരു രീതിയിലും ഒരു സെക്കൻഡ് തോട്ടോ ക്വസ്റ്റ്യനോ ഇല്ലാത്തവനാണ്. അവൻ വേറൊരു ചോദ്യവും ചോദിക്കുന്നില്ല, അവന് യാതൊരു സംശയങ്ങളുമില്ല. അതാണ് വാസ്തവത്തിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. അടുത്ത ഭാഗം വാട്ട് വി ഹാവ് ലേൺ. അടുത്ത എന്താണ്? എ ഡിസൊബീഡിയന്റ് ഹാർട്ട്. 1 യോഹന്നാൻ 3:21-22 വാക്യങ്ങൾ വായിക്കും. നോക്ക്, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. കാര്യം അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവൻ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, ഞാൻ മുമ്പേ ചോദിച്ച പോലെ, നമ്മൾ എന്ത് യാചിച്ചാലും നമുക്ക് കിട്ടുമെന്നുള്ളതല്ല ഇവിടുത്തെ ഉത്തരം. ഇവിടുത്തെ പഞ്ചെന്താണ്? അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ വ്യക്തി ദൈവകൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുന്നവനും ദൈവപ്രസാദമുള്ളതല്ലാത്ത യാതൊന്നും ആഗ്രഹിക്കാത്തവനുമാണ്. അവൻ എന്ത് യാചിച്ചാലും കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ വന്യമായ മോഹങ്ങൾ കർത്താവ് സാധിപ്പിച്ചു തരുമെന്നല്ല. ഞാൻ യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരും അവന് പ്രസാദമുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുമാണെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നത് എന്തും അവന് പ്രസാദമുള്ളത് ആയിരിക്കും. അവന് പ്രസാദമുള്ളത് ചെയ്യുന്നുവെങ്കിൽ നോക്കുക അടുത്ത ഭാഗം, എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. കാര്യം ഞാൻ ആവശ്യപ്പെടുന്നത് എന്ത് മാത്രമായിരിക്കും, അവന് പ്രസാദമുള്ളത് മാത്രമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യം. ജോർജ് മുള്ളറിന്റെ ജോർജ് മുള്ളർ പറഞ്ഞൊരു കാര്യം, ഐ എം ക്വൈറ്റ് ഷുവർ ദാറ്റ് വാട്ട് ഓൾ തിങ്സ് ഐ ആസ്ക് ഗോഡ് ഗിവ് ഇറ്റ് ടു മീ, ബിക്കോസ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആവശ്യപ്പെടുന്നത് ദൈവം എനിക്ക് തരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവം വെളിപ്പെടുത്തിയതായ സകല കൽപ്പനകളെയും അനുസരിക്കാൻ ഞാൻ ബോധപൂർവമായിട്ട് എപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്. നമുക്ക് ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ അനുസരിക്കാൻ ബോധപൂർവം പരിശ്രമിക്കുമ്പോൾ, അതായത് ഒരു ഡിസൊബീഡിയൻസിന്റെ പ്രശ്നവുമില്ല. എൻ്റെ കംഫർട്ട് സോൺ നോക്കി ഞാനൊന്നും ചെയ്യാതിരിക്കുന്നില്ല. പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കാൻ ഉള്ള ഒരു 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 വലിയ ഒരു തീരുമാനം. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഐ പ്രേ ഫോർ ദ സാൽവേഷൻ, ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ടു സേവ് ദം. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പല ആളുകൾക്ക് വേണ്ടി അദ്ദേഹം സാൽവേഷന് വേണ്ടി, അല്ലെങ്കിൽ പല ആളുകൾ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ ആ ലിസ്റ്റിൽ നിന്ന് അവരെ മാറ്റും. അങ്ങനെ രക്ഷിക്കപ്പെടാനുള്ളവരുടെ ഒരു ലിസ്റ്റ് പല പ്രാവശ്യമായിട്ട് അദ്ദേഹം എഴുതി. അനേക വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചത് പലപ്പോഴായിട്ട് 30,000 ആളുകൾക്ക് വേണ്ടിയാണ്. ഹി പ്രേയ്ഡ് ഫോർ 30,000 പീപ്പിൾ ആൻഡ് ഫോർ ദെയർ സാൽവേഷൻ. അതിനകത്ത് ഓൾമോസ്റ്റ് എവ്രിബഡി അക്സെപ്റ്റഡ് ജീസസ്. അദ്ദേഹം പ്രാർത്ഥിച്ച് അത് വാസ്തവത്തിൽ ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം 5 കണ്ടീഷൻസ് പറഞ്ഞു. There are 5 conditions which I always endeavor to fulfill. By deserving these, I have the assurance of answer to my prayer. ഒന്ന്, I have no doubt that it is the will of God to save them. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. കാര്യം ഇവരെ രക്ഷിക്കാന്നുള്ള ദൈവത്തിന്റെ ഹിതമാണെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവും ഇല്ല. കാര്യം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആൻഡ് ഇഫ് വി ആസ്ക് എനിത്തിങ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ, ഹി ഹിയറത്ത് അസ്. എൻ്റെ ബോധ്യം, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എല്ലാവരും മാനസാന്തരപ്പെടുന്നത്. 2, അവന്റെ ഹിതപ്രകാരം എന്ത് അപേക്ഷിച്ചാലും, 1 യോഹന്നാൻ 5:14 കാണുന്നതാണ്, അവന്റെ ഹിതപ്രകാരം എന്ത് അപേക്ഷിച്ചാലും അവനത് നിങ്ങൾക്ക് നിർവഹിച്ചു തരും എന്നുള്ളത് അവന്റെ ബോധ്യമാണ്. പിന്നീട്, I have never pleaded for their salvation in my own name, but in the blessed name of my precious Lord Jesus and on his merits alone. ഞാൻ പ്രാർത്ഥിക്കും ഒരിക്കൽ പോലും, കർത്താവേ ഞാൻ സുവിശേഷം അറിയിച്ച ആളുകളൊക്കെ രക്ഷിക്കപ്പെടണമേ, കർത്താവേ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും യേശുവിൻ്റെ നാമത്തിൽ മാത്രം ഈ കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്.
I always firmly believed in the willingness of God to hear my prayers. എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കുവാനുള്ള ദൈവത്തിൻ്റെ വില്ലിങ്നെസ്സിൽ ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. I am not conscious of having yielded to any sin. For അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബോധപൂർവമായി ഏതെങ്കിലും പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് ബോധ്യമില്ല, ബോധപൂർവമായിട്ട്. എന്നിട്ട് I have perceived in believing prayer for more than 52 years for some and continue till the answer comes. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിർത്തുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 52 വർഷമായിട്ട് ചില ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ അവർ രക്ഷിക്കപ്പെടുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 52 വർഷം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അയാൾ രക്ഷിക്കപ്പെട്ടില്ല. എന്നിട്ട് ജോർജ് മുള്ളർ പറയുക, ഞാൻ നിർത്തത്തില്ല, ഞാൻ ഇനിയും പ്രാർത്ഥിക്കുമെന്ന്. കാര്യം അത് ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ളത് എനിക്ക് അറിയാം. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഹിൻഡ്രൻസ് എന്താണെന്ന് വെച്ചാൽ പെർസിവറൻസ് ഇല്ല. നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നില്ല, സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കാൻ നമ്മൾ മനസ്സ് വെക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിടട്ടെ, ഞാൻ ചില കാര്യങ്ങൾ മാത്രം പെടുന്നുള്ളൂ. An unforgiving spirit cannot gain anything from God. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് പോവുകയാണ്. നോക്കുക, കർത്താവ് നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചേ പറ്റൂ. ഇത് മറ്റൊരർത്ഥത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് കർത്താവ് ആദ്യം ക്ഷമിച്ചത് ഒരു കണ്ടീഷനും ഇല്ലാതാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പാപമോചനത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഓക്കെ, നീ ഒരു കാര്യം ചെയ്യുക, എല്ലാവരോടും പോയി ക്ഷമ പറഞ്ഞേച്ച് വാ, പിന്നെ വാ, ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞോ? ഇല്ല, കർത്താവ് അൺകണ്ടീഷണലായിട്ട് ക്ഷമിച്ചു. പക്ഷെ അൺകണ്ടീഷണലായിട്ട് ക്ഷമിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ളവരോട് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ കാണുന്ന രണ്ട് കടക്കാരുടെ കഥയിൽ വലിയൊരു എമൗണ്ട് ക്ഷമിച്ച് കിട്ടിയവൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചെറിയ എമൗണ്ട് കടം വാങ്ങിയവൻ്റെ കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കി. അപ്പോൾ അവൻ്റെ സഹഭൃത്യന്മാർ ചെന്നിട്ട് പറഞ്ഞു, ഇവൻ ഇതാ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ യജമാൻ എന്ത് ചെയ്യുന്നു? ക്ഷമിച്ചു കൊടുത്തവനെ തിരിച്ച് വിളിച്ച് അവൻ്റെ ക്ഷമ റദ്ദാക്കി. നമ്മൾ പറയുന്നത് മനസ്സിലാക്കണം. ഇത് വിശ്വാസ ജീവിതത്തിൽ വളരെ ഓർക്കേണ്ട കാര്യമാണ്. കർത്താവ് നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവം തന്ന ക്ഷമ റദ്ദാക്കപ്പെടുമെന്ന വേദോസം പഠിപ്പിക്കുന്നത്. ഇത് ഐ ഡോണ്ട് തിങ്ക് മെനി ഓഫ് അസ് ആർ ബിലീവിങ് ഇറ്റ്. പല ആളുകളും അത് വിശ്വസിക്കുന്നില്ല. പല ആളുകൾ പറയുന്നത്, അങ്ങനെ എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ആളുകളുണ്ടെന്നല്ല, ഉണ്ടാകാമെന്നല്ല, ഉണ്ട്. യുനോ വൈ? വളരെ കൃത്യതയോടെ കർത്താവ് പഠിപ്പിച്ച ഈ കാര്യത്തെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം തന്നെ ക്ഷമിപ്പീൻ. ദൈവസന്നിധിയിൽ ഒരു അൺഫോർഗിവിംഗ് സ്പിരിറ്റിനെ കയറി ചെല്ലാനുള്ള യാതൊരു യോഗ്യതയുമില്ല. And God will never hear the prayers of a man who is having an unforgiving spirit. Hallelujah. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകുമേ. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകുമേ. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരം തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരം തകരാതെ നിർത്തിയിടും.
പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ നടത്തിയിടുന്നു. പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ നടത്തിയിടുന്നു. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനാക്കി. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനാക്കി. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല.